ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഫിഷ് മസാല ഉണ്ടാക്കിയാലോ. ഇതിനായി മത്തിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വിനെഗറും ഉപ്പും ചേർത്ത് തിരുമ്മി വെച്ചിരിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ വിനെഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തിരുമ്മി വെച്ചിരിക്കുന്ന മീൻ ഫ്രൈ ചെയ്യുന്നതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അതിലേക്കിട്ട് മീൻ ഫ്രൈ ചെയ്തെടുക്കുക. സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഈ ഒരു പരുവാകുമ്പോൾ എണ്ണയിൽ നിന്ന് വറുത്ത കോരി മാറ്റാം. മസാല ഉണ്ടാക്കുന്നതിനായി 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ വറ്റൽമുളക് ക്രഷ് ചെയ്ത്, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 തണ്ട് കറിവേപ്പില. ഇതെല്ലാം നമ്മൾ നേരത്തെ മീൻ വറുത്ത് കോരി എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്യുക. ഇനി ഇതിലേക്ക് സവോള ആഡ് ചെയ്യാം. ഉപ്പിടാം. പച്ചമുളക് ആഡ് ചെയ്യാം. കറിവേപ്പില ഇടാം. ഈ ഒരു പരുവാകുമ്പോൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. വാളംപുളി ഒരു വലിയ നാരങ്ങ വലുപ്പത്തിൽ ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നായിരുന്നു. അത് നന്നായി ഞരടി പിഴിഞ്ഞ് ഇതിലേക്ക് ഒഴിക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മൺചട്ടിയിലേക്ക് വാഴയില ഇടുക. അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച മീൻ ഓരോന്നായി ഇടുക. മീനെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇതിന് മുകളിലേക്ക് നിരത്തുക. ഇതിൻ്റെ മുകളിലേക്ക് 2 തണ്ട് കറിവേപ്പില, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ഒഴിക്കുക. ഇനി വേറൊരു വാഴയില ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക. മൂടി വെച്ച് 5 മിനിറ്റ് സിമ്മിലിട്ട് ആവി കയറ്റുക. അങ്ങനെ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഏത് മീൻ വെച്ചും ഇങ്ങനെ ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇതിഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.